ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ചാനൽ എൻവയൺമെൻറ്റിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ നേരത്തെ വീണ മെൻഷൻ ചെയ്യുന്നുണ്ടായി വൈറൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് മിനിറ്റ്. ഇത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്ത്രീ സാന്നിധ്യം വളരെ പ്രകടമായി കാണുന്നുണ്ട്. അതായത് കുറെ കൂടെ ഫിയർലെസ് ആയി കുറെ കൂടെ തുറന്നെഴുത്തുകൾ സംഭവിക്കുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം കുറെ കൂടി ഒരു ഓപ്പൺ ഏരിയ, ഒരു പക്ഷേ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ വളർച്ച എത്രത്തോളം ഒരു വുമൻ മീഡിയ പേഴ്സണ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്? വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഈ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട പല സുഹൃത്തുക്കളും തന്നെ പല ചാനലുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് നിന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ, സൗഹൃദ വലയത്തിലുള്ളവർ ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി സ്ത്രീകൾക്ക് എക്സ്പ്രസ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ മറ്റിടത്തൊന്നും കിട്ടാത്തൊരു സുപ്രീമസി അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ്സ് റേസ് ചെയ്യാനും ഒരുപക്ഷെ അതിൻ്റെ തലപ്പത്ത് വേണമെങ്കിലും ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള സ്ത്രീകൾ സജീവമായി നിൽക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ ഒരു വലിയ മേഖല തന്നെ തുറന്നു തരുമ്പോൾ അത് പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു എന്താ പറയുക, സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയുന്ന സ്ത്രീകളിലേക്ക് ഒരു ക്യാരക്ടർ അസാസിനേഷനിലും ഒക്കെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ശേഷിക്ക്? തീർച്ചയായും ശക്തമായ ഭാഷയിൽ ആരാണോ പ്രതികരിക്കുന്നത് അവരെ ഒരു സമൂഹം വെബ്സൈറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആദ്യം വാച്ച് ചെയ്യും. ഇവരെന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇവർ പറയുന്നതൊക്കെ സത്യങ്ങളാണല്ലോ, ഈ സത്യങ്ങൾ നാളെ നമ്മളെ പോലെയുള്ളവർ, അതായത് ഒരു കുറിപ്പിട്ട ആൾക്കാരെ തിരിഞ്ഞ് കടിക്കും ഇല്ലെങ്കിൽ തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വരുമ്പം ഈ വെബ്സൈറ്റിൻ്റെ മുൻപിൽ ഇരുത്തി ശമ്പളം കൊടുക്കുന്ന ആളുകൾ ട്രോളാൻ തുടങ്ങും. ഈ ഒരു സ്ത്രീയെ എങ്ങനെ തേജോവധം അല്ലെങ്കിൽ വ്യക്തിഹത്യ എങ്ങനെ ചെയ്യാം എന്ന് ശ്രമിച്ച് ഇവർ ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ പറ്റി മോശമായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു വ്യക്തി ഒരു കാര്യം, നല്ല കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, ആ സാധനത്തെ 1, 2, 3 വെട്ടിക്കുറച്ചിട്ട് 4, 5 എടുക്കും. 5, 6 ഉള്ള വേടുകളെല്ലാം വെട്ടിക്കുറച്ചിട്ട് 8, 9 എടുക്കും. അതെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പം നമ്മൾ വേറെ എന്തോ ഒരു വിഡ്ഢിത്തരം പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത വേറെ എന്തോ കാര്യം പറഞ്ഞതുപോലെ ഇവരെ മറ്റ് സമൂഹത്തിൽ ഒരു നികൃഷ്ട ജീവിയാക്കിയിട്ട് ആ ഒരു ട്രോൾ അങ്ങ് ഇറങ്ങും. ഈ ട്രോളിൻ്റെ പിന്നിൽ ഇവരൊരു കൂട്ടം ആൾക്കാരിരുന്നിട്ട് ഇവരെ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ട്, അവർ ആദ്യം അവർക്കാണിത് സെൻഡ് ചെയ്യുക. അവരൊരു 10-2000 പേരുണ്ടാവും. ഇതിൻ്റെ അടിയിൽ മോശമായിട്ടുള്ള കമൻറ്റുകൾ അവരെല്ലാം ഒരേപോലെ ഇടും. അതിനെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് അവരങ്ങനെയല്ലല്ലോ എന്ന് കമൻറ്റ് ചെയ്താൽ ഈ 1500 പേരും അവരെ ചീത്ത വിളിക്കും. അപ്പോൾ ഈ പാവം പറഞ്ഞു പോയാൽ ആ പോസ്റ്റിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ആ ഒരു ചെറിയൊരു വേർഡ് പോലും എടുത്ത് പ്രശ്നങ്ങൾ ഓൺലൈൻ മീഡിയയിൽ ഫേസ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണല്ലോ. അതെ അതെ. അപ്പോൾ അത് കാരണം ഇതാണ്. ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് 4 വർഷം മുമ്പേ ശബരിമലയിൽ ഒരു മുസൽമാനാണല്ലോ പെറ്റീഷൻ കൊടുത്തത്. അത് കേരളത്തിലുള്ള ഒരു ഹിന്ദു സമൂഹം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള അയ്യപ്പസ്വാമിയുടെ അടുത്ത് സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറയാൻ അയാൾക്ക് എന്താണ് അവകാശം, അത് ഞങ്ങളുടെ കേരളത്തിൻ്റെ ഇല്ലെങ്കിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൻ്റെ അവകാശമല്ലേ, അത് നമ്മൾ നോക്കിക്കോളും എന്ന് പറഞ്ഞതിൻ്റെ 17 മിനിറ്റ് ഇൻ്റർവ്യൂയുടെ 2 പോയിൻ്റ് എടുത്ത് വെച്ചിട്ട് ഇവരെന്നെ കൊന്നു എന്നുള്ളതാണ്.